കലയെയും സിനിമയെയും സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ വേരുറച്ച വൈശാലി എന്ന ചലച്ചിത്ര കാവ്യത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹാസ്യ ആവിഷ്കാരം അംഗരാജ്യത്തെ താമസിക്കുന്ന മൃഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരൾച്ച മൂലം തകർച്ച വന്ന നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അടിയന്തരമായി വിളിച്ചുകൊണ്ടിയ പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ മഹാരാജാവ് രോമവാസം എടുത്ത കുതിരകൾ കെട്ടിവലിക്കുന്ന സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളുന്നേ. അയ്യോ അയ്യോ வசந்தமுல்லை போலே வந்து ஆடிடும் வெண்குணம் வசந்தமுல்லை போலே வந்து ஆடிடும் வெண்குணம் എന്തോ തെറ്റിദ്ധരിക്കരുത് മഹാരാജൻ, ഇത് തമിഴിലെ ഒരു പാട്ടാ. എന്തുവാ നമ്മുടെ കൊട്ടാരത്തിൽ ജാതി വഴിതെറ്റി കയറിയത് കേട്ടല്ലോ. അയ്യോ, വഴിതെറ്റി കയറിയതല്ല, അവിടെ ഒന്ന് വഴിതെറ്റിക്കാൻ കയറിയതാ. ഒന്നും പറയണ്ട. രാത്രി 9 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ ഞാൻ അവളുടെ വീടിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. അവൾ തുറന്നില്ല. അപ്പോൾ നീ ആയിരുന്നല്ലേ ഇന്നലെ രാത്രി മുഴുവൻ വാടക കിട്ടിയത്? ബാക്കിയുള്ളവർ പേടിച്ച് വിളിച്ച് കട്ടിലിന്റെ അടിയിലാണ് ഒരു രാജാവ് പറയണ വാക്ക് കേട്ട. എന്റെ മഹാരാജൻ അടുത്ത ബ്രാഞ്ചിലല്ലേ അങ്ങയുടെ പറഞ്ഞാല്? അവർക്കിപ്പോൾ 60 വയസ്സുണ്ട്. അപ്പോൾ ഷഷ്ടി ബുദ്ധിയായി. എങ്കിൽ കൊണ്ടുവരും, നാം ഒന്ന് ഇട്ട് നോക്കട്ടെ. എന്താണ്? എന്തൊക്കെയോ പൂർത്തിയായെന്ന് പറയുമ്പോ കേട്ടു. അതല്ല മഹാരാജൻ, 60 വയസ്സായെന്ന് പറഞ്ഞാൽ ഷഷ്ടി ബുദ്ധിയായി. അപ്പോൾ 100 വയസ്സായാലോ? ഷഷ്ടി കീറി എന്ന് പറയും. മന്ത്രി ഉദ്യാനത്തിലൂടെ നമ്മുടെ രാജ്യം പോകുന്നതല്ലോ സുന്ദരിയായിരിക്കുന്നു അല്ലേ? മന്ത്രിക്ക് ഒരു അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വല്ലവന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് ഞാൻ പശുവിനെ വളർത്തിട്ട് എന്താ കാര്യം? എന്നാന്ന് അങ്ങനെയൊക്കെ പറയൂടെ. നീ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്താണ്? ഞാനൊരു ചൈനക്കാരെ കല്യാണം കഴിച്ചതല്ലേ. 2 വർഷം കഴിഞ്ഞപ്പോ അത് ഞാൻ ഉപേക്ഷിച്ച്. അതെന്താ? ചൈനയുടെ സാധനമല്ലേ, 2 വർഷത്തിൽ കൂടുതൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? ഈ നാട്ടിലെ പ്രജകളെല്ലാം വർഷങ്ങളായി വെള്ളം കിട്ടാതെ അലയുകയാണ്. കൊട്ടാരത്തിലെ ഭടന്മാർക്കെല്ലാം നല്ല കപ്പാസിറ്റി ആയി. അതെന്താ? വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടല്ലേ അടിക്കുന്നത്. മാത്രവുമല്ല, മഴ കാത്തിരുന്ന വേഴാമ്പല് രാജാവിനെ പച്ച തെറിയും വിളിച്ച് ഇന്നലെ രാവിലെ എങ്ങോട്ടോ പറന്നുപോയി. പിന്നെ പ്രഭു, നമ്മളുടെ പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ നാട് വിട്ട് എങ്ങോട്ടോ പോയി. അതെന്താ? മഴയുണ്ടെങ്കിലല്ലേ പുള്ളിക്ക് പാടാൻ പറ്റൂ. മാത്രവുമല്ല പ്രഭു, നമ്മുടെ നാട്ടിലെ തവളകളെല്ലാം പേക്രോ പേക്രോ എന്ന കരച്ചിൽ നിർത്തി. പിന്നെ പൊക്കോ പൊക്കോ എന്നാക്കി. മഹാരാജൻ, ഇനി എന്താണ് ഒരു പോംവഴി? എന്ത് വഴി? പ്രഭു, വർഷങ്ങളായി മഴയില്ലാതിരിക്കുന്ന ഈ രാജ്യത്ത് മഴ പെയ്യിക്കണമെങ്കിൽ അവൻ വരണം. ഋഷ്യ ശൃംഗൻ. സാനുക്കൾ നിറഞ്ഞ കൊടുങ്കാറ്റിൽ ഋഷ്യശൃംഗൻ എന്ന മുനികുമാരൻ തപസ് ചെയ്യുന്നു. ഏത് ഹോട്ടലിലാണ്? ഹോട്ടലല്ല, കാട്ടില്. ആ മുനികുമാരനെ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യിക്കാൻ കഴിയും. ഈ മുനികുമാരൻ ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു കന്യകയെ തന്നെ അയക്കണം. അവൾ അവനെ മനമയക്കി കൊണ്ടുവരും. ഭയങ്കര പാടാ. എന്താ ഈ പേര് വെച്ചെന്ന് പറഞ്ഞോ? നമുക്ക് ആ മുനികുമാരനെ വരുത്താൻ നമ്മുടെ റാണിയെ വിട്ടാലോ? എന്റെ പ്രഭു, മുനികുമാരനെ വരുത്താനാണ്, അല്ലാതെ വക വരുത്താനല്ല. പ്രഭു, എനിക്കൊരു ഐഡിയ. എനിക്കൊരു അതല്ല പ്രഭു, നമുക്ക് അടിമാലി ശാന്തയെ വിട്ടാലോ? അടിമാലി ശാന്ത അവളെ കൂടെ ഞാനും കാട്ടിൽ പോട്ടെ. സംഗതി പാൽപായസമാണെങ്കിലും പട്ടി നക്കിയാൽ തീർന്നില്ല. ഹിന്ദി പാട്ട് കേൾക്കുന്നില്ല. നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. നീ നാടിന് കാടി കൊടുത്തു, സിംഹത്തിന്റെ താടി പഠിച്ചോ.
ഇങ്ങനെ രണ്ടിന്റെ കേടാ. ഞാനിപ്പോ ആ പാമ്പിനെ പല്ലിലേക്ക് കുളിപ്പിച്ചൊന്നും കൊണ്ട് ഇരിക്കതേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങി ഒരു അലശീശി. ഇതാരും അടിമാന ശാന്തയോ? അതെ, ആശ്ചര്യമായിരിക്കും. അങ്ങ് ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞല്ലേ? പിന്നെ എങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ നിന്നെ നേരിട്ട് കണ്ടിട്ടില്ലേ ഉള്ളൂ. ഈ ബ്ലൂടൂത്ത് മുഴുവൻ നീയല്ലേ? എട്ടാം ക്ലാസ് വരെ. പിന്നെന്താ തുടർന്ന് പഠിക്കാഞ്ഞത്? എന്താണ്? അല്ല, തുടർന്ന് പഠിക്കാഞ്ഞത്? എട്ടാം ക്ലാസ് എത്തിയപ്പോഴേക്കും എന്റെ കാലിൽ കരുത്തം വന്നു. കാലിൽ കരുപ്പം വന്നു? എവിടെ? ഞാനും നോക്കട്ടെ. ഇവിടെ. എവിടെ? ഇങ്ങോട്ട്. എവിടെ? കുറച്ചുകൂടി നോക്കട്ടെ. ഇവിടത്തേക്ക്. അയ്യോ, കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി നോക്കട്ടെ. അത്ര എത്തിയപ്പോഴേക്കും കരപ്പലിന് തീർന്നു. കരപ്പണി തീരാക്കേണ്ട ഒരു സ്ഥലമേ. അങ്ങ് പൂജയിലാണോ? നോണോ? എന്താ ചോദിച്ചത്? ഇവിടെ ഹോമകുണ്ടം കത്തിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ശാന്ത, ഇത് ഹോമകുണ്ടമല്ല. പിന്നെ ഉച്ചക്ക് കഞ്ഞുപിടിക്കാൻ ഞാൻ എന്നെ ഉണക്കം വെച്ചിട്ടുണ്ടല്ലേ? അതൊക്കെ പോട്ടെ. എന്താണ് നീ വന്നതിന്റെ ഉദ്ദേശം? കുരുമുമാല, ഞങ്ങളുടെ നാട്ടിൽ മഴയുമില്ല, മേഘവുമില്ല. അത്രേ ഉള്ളൂ. എന്നാ രണ്ടിന്റെ സീൻ. ഇത് മേഘം സിനിമയുടെ സീൻ, ഇത് മഴ സിനിമയുടെ സീൻ. രണ്ടും കൂടി കൊണ്ടുപോയി ഇട്ട് കണ്ടോ? അതല്ല, ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് വർഷങ്ങളായി. അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പെയ്യിക്കണം പ്ലീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെ വരാതിരിക്കും? ഞാൻ എക്കോയിട്ട് വിളിച്ചിട്ടും നീ വിളി കേൾക്കുന്നില്ലല്ലോ. നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല. ഓർമ്മ കാണില്ലെന്നറിയാം. ഓക്കെ, അന്ന് ഞാൻ കണ്ണൂർ ഡിവൈഎസ്പി ജസ്റ്റ് ഡിസംബറിലാണ്. സമ്മതിക്കും. അച്ഛാ, ഒരു കാര്യം മറന്നുപോയി. എന്താ? കിട്ടി. അയ്യേ, ഇതെന്താ ഇങ്ങനെയൊക്കെ കേൾക്കുന്നേ? അതങ്ങനാ. എങ്ങനെ? അച്ഛൻ അശരീരിക്ക് ശാപം വരുമ്പോ കണ്ട സിനിമയുടെ ഡയലോഗ് എടുത്ത് വെച്ച് കാച്ചും. ആർക്കും പറ്റി. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് മഴ വെച്ച് എനിക്ക് എന്ത് തരും? ഞങ്ങളുടെ രാജ്യത്തിന്റെ പകുതി തരും. അതെ, നിങ്ങളുടെ രാജ്യം എന്തോരമുണ്ട്? 2 സെന്റ്. 2 സെന്റോ? ബാക്കിയൊക്കെ ജപ്തി ചെയ്തോണ്ട് പോയി. ഇത്രയേ ഉള്ളൂ? ഇത് മാത്രമല്ല, 8 മാസം വരെ അടയ്ക്കുന്ന കറണ്ട് ബില്ല്, പിന്നെ 7 മാസം വരെ കൊടുക്കാത്ത പാൽക്കാരന്റെ പൈസ, 5 മാസമായി കൊടുക്കാത്ത പത്രത്തിന്റെ പൈസ, പിന്നെ നമ്മുടെ ചിട്ടിക്കമ്പനിയിൽ പൈസ അടച്ച പ്രതികളുടെ പൂഴത്തറി. ഇതെല്ലാം എനിക്കുള്ളതാണ്. പിന്നെ ടോട്ടൽ ഫോർ യു. എന്നാൽ നീ പോയേക്കാം നിന്റെ നാട്ടിലേക്ക്. പ്രിയമുള്ള നാട്ടുകാരെ, അടിമാലി രംഭ നയിക്കുന്ന ഋഷ്യശൃംഖലയും വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ രോമഭാഗ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്റെ കരം ശാന്തേ. എന്താ മഹാരാജൻ? നിന്നെ നാം സമ്മതിച്ചിരിക്കുന്നു. കേട്ടോ ഇവൾക്ക് ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ട് നാം ഇവർക്ക് പട്ടം നൽകും. പട്ടം മാത്രമല്ല മഹാരാജൻ, പിന്നെന്ത് വേണം? അത് പറപ്പിക്കാനൊന്നും ഉണ്ടേ പോലും തന്റെ അപ്പുറം ശാന്തേ, നീ എന്തായി സംസാരിച്ചത്? അല്ല കുമാര, ഇങ്ങനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എന്ത് ഒരു രാജാവിനെയാണോ അങ്ങേരി ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? ഒരല്പം ബഹുമാനം കൊടുത്തുകൂടെ? ഈ നായിന്റെ വെള്ളം കുടിക്കാതെ നമ്മുടെ തൊണ്ട വളരുന്നു. വാചക പഠിക്കാതെ പോയി മഴ പെയ്യിക്കേ. മഹാപ്രഭു, മന്ത്രമോദിയുടെ മഴ കൊണ്ട് ഈ ഭൂമിയിൽ ഒന്ന് ആറ്റി കിളച്ചാൽ ഇന്നലെ 1 തരം മഴയായി. ഇപ്പൊ തന്നെ മഴ 2 പോയി മഴ പെയ്യിക്കേ. അനുഗ്രഹിച്ചാലും പ്രഭു, എല്ലാ സൗഭാഗ്യങ്ങളും നിറയട്ടെ. എനിക്കും എന്റെ കുടുംബത്തിനും പോയി മഴ പെയ്യിക്കേ.
വർഷമംഗലഘോഷം തും 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 തുന്തുകിനാദം നാദം നാദം. ആരാണ് മഴ പെയ്ച്ചത്? അയ്യോ അറിയില്ലേ, ബിനുക്കുട്ടൻ. ബിനുക്കുട്ട, നിന്നെ അനുമോദിക്കാനൊക്കെ പോലീസുകാരെത്തിയിരിക്കുന്നു. നിങ്ങൾ അടുത്ത് വരൂ, നിങ്ങൾ അടുത്ത് വരൂ. ഇങ്ങോട്ട് മാറിക്ക, ഇങ്ങോട്ട് മാറിക്ക. നീയാണോ മഴ പെയ്ച്ചത്? അതെ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കുത്തി പൊട്ടിച്ചിട്ടാണോടാ